ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളെല്ലാവരും ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഇന്ന് ഞങ്ങളുടെ നാട്ടിലൊരു പ്രധാനപ്പെട്ട ദിവസമാണ്. വേറൊന്നുമല്ല, മുനിപൂജ നടക്കാൻ പോകണം കേട്ടോ. ദേശത്തിലുള്ള എല്ലാവരും ഒത്തുചേർന്ന് സന്തോഷത്തോടു കൂടിയും ഒത്തൊരുമയോടുകൂടിയാണ് ചെയ്യുന്നത് മുനിപൂജ. ഈ കല്ലായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നതാണ് ഇവിടുത്തെ മുനീശ്വരൻ. വളരെയധികം ശക്തിയുള്ളൊരു ദൈവമാണ് കേട്ടോ ഇവിടെ. അങ്ങനെ എല്ലാവരും പൂജയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം സ്പീഡപ്പായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ പൂജയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെ കൊണ്ടാവുന്ന സംഭാവനകളൊക്കെ ഇവിടെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത്ര രൂപ തരണം എന്നൊന്നുമില്ല, ഒരു നിർബന്ധമില്ല. നമ്മളെ കൊണ്ടാവുന്നത് ഇവിടെ സംഭാവന ചെയ്യാൻ, പൂജയിൽ പങ്കെടുക്കാം കേട്ടോ. അങ്ങനെ പൂജ കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മുടെ മുനീശ്വരന് ചോര കൊടുക്കണം ഗൈസ്. ആട് അല്ലെങ്കിൽ കോഴിനെ മുറിച്ചിട്ട് അതിൻ്റെ ചോരയാണ് മുനീശ്വരന് കൊടുക്കുക. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതെല്ലാം മുതിർന്നവരോട് ചോദിച്ച് അടുത്ത വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ പൂജയെല്ലാം കഴിഞ്ഞ് പ്രസാദമൊക്കെ കഴിച്ചു കേട്ടോ. ഇതിൽ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പങ്കെടുക്കും കേട്ടോ. പ്രത്യേകിച്ച് യൂത്ത് ഐക്കൺസ് എല്ലാം ഈ പൂജയിൽ പങ്കെടുക്കുന്നതാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണ്, പല നാടുകളിലും പല രീതിയിലായിരിക്കും കേട്ടോ ആചാരം. അങ്ങനെ പൂജയെല്ലാം കഴിഞ്ഞു. ഇനി ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള തിരക്കിലാണ് കേട്ടോ. എല്ലാവർക്കും നന്നായി വിശന്നു. പ്രത്യേകിച്ച് നല്ല ചൂടുമായിരുന്നു. നല്ല ചൂട് ചോറുമാണ് കേട്ടോ. എല്ലാവർക്കും വിശന്ന് കുടൽ കരിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞങ്ങളിനി എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഈ പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് അവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ എല്ലാവരും പിരിയുള്ളൂ. ഇങ്ങനെയൊക്കെ എല്ലാ നാടുകളിലും ഇപ്പോൾ കാണുന്നില്ല. മിക്കവരും ഇപ്പോൾ ബിസി ലൈഫിലാണ്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണ്, ഫുഡൊക്കെ കഴിച്ച് പാത്രമൊക്കെ കഴുകിയിട്ട് പിരിയും.